അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു പുൽക്കൂടാണ്. അതായത് വലിയ കാശ് ചിലവൊന്നും ഇല്ലാത്ത നമ്മുടെ ഈ കാർഡ്ബോർഡൊക്കെ വെച്ച് പേപ്പറും കൊണ്ടൊക്കെ വെച്ച് ഒരു ചെറിയ പുൽക്കൂട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പറയുമ്പോൾ ഒരു പഴയ ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിൽ അപ്പോൾ കേടായി എടുത്ത് കളയുന്ന നേരം അതിൽ നിന്ന് ഞാൻ കണ്ടിച്ച് മുറിച്ചൊക്കെ എടുത്ത സാധനമാണ്. അപ്പോൾ അതിനകത്ത് വെച്ചാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചപ്പോൾ എൻ്റെ കൂടെ കിട്ടിയ കാർഡ്ബോർഡൊക്കെ ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് ബോക്സൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ രണ്ടായിട്ടോ എങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെക്കാം. അപ്പം ഞാനിങ്ങനെ രണ്ടെണ്ണേ വെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ വീടിൻ്റെ ഇത് ആവശ്യത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കൂരയും ഇതൊക്കെ ഉണ്ടല്ലോ, ആ സംഭവത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അളവൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 വീടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നൊരു ഉണ്ണിയേശുവിൻ്റെ ഒരു പുൽക്കൂടും പിന്നെ തൊട്ടടുത്തൊരു വലിയ ഒരു വീടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കാർഡ്ബോർഡ് ഞാൻ മുറിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ കട്ടയ്ക്ക് പകരമായിട്ട് വെക്കാനും മണ്ടയ്ക്ക് ഓടിന് പകരമായിട്ടൊക്കെ ഒന്ന് വെട്ടണമല്ലോ, അതിന് വേണ്ടി ഒന്ന് വെട്ടിയെടുക്കുവാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അളവായിട്ട് മുറിച്ചിട്ട് ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ട് മാറ്റാൻ പോവാണ്. പിന്നെ നേരത്തെ വെച്ച കാർഡ്ബോർഡ് ആണെങ്കിൽ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുകയാണ്. ഇത് കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചോ പശയോ എന്തെങ്കിലുമൊക്കെ വെച്ചങ്ങ് ഒട്ടിച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. നല്ല പശയുണ്ട്, ഒട്ടിച്ച് വെക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ അത് ഒട്ടിച്ച് നോക്കിയിട്ട് അത് അങ്ങ് ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഇളകി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സൈഡിനും എല്ലാ മൂലയ്ക്കും കൂടെ വെച്ച് നല്ലപോലെ താഴ്ത്തി അങ്ങ് ഒട്ടിച്ച് വെക്കണം അതിനോട് ചേർത്ത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പൊട്ടി അങ്ങ് വരും. പിന്നെ ഞാൻ തൂണിന് വേണ്ടി തെർമോക്കോൾ ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പശ വെച്ച് അവിടെ ഇങ്ങനെ 4 സൈഡായിട്ട് ഒട്ടിച്ചിട്ട് മണ്ടയ്ക്ക് മേൽക്കൂരായിട്ട് നേരത്തെ ഞാൻ കണ്ടിച്ച് വെച്ച എന്തുവായിരുന്നു ആ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മണ്ടയ്ക്കോട്ട് വെക്കാൻ ഞാൻ വിചാരിച്ചേക്കുന്നത്. ഈ സാധനമൊക്കെ കറക്റ്റ് അളവ് നോക്കിയിട്ട് നമ്മൾ സ്കെയിലിനകത്ത് അളവ് നോക്കി മുറിച്ചൊക്കെ വേണം എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ നിന്ന്. അത് കാരണം ഞാൻ ഒരു പശ ഒഴിച്ചപ്പോൾ ആ പശയുടെ കൂടെ ഇതങ്ങോട്ട് ഉരുകി അങ്ങ് പോയി ഈ തെർമോക്കോള്. അങ്ങനെ കുറച്ച് വിഷയം വന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഈ കട്ടി വരുന്ന, അതായത് ഈ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ പോലത്തെ നല്ല പശകൾ വേണം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അങ്ങ് ഇളകി അങ്ങ് വീഴും. അതുകൊണ്ട് നല്ല ഒരു പശ വെച്ച് നമ്മൾ ഒട്ടിച്ച് ഊതിയൊക്കെ കൊടുക്കുക, നല്ല തറച്ചിരിക്കാനെ കൊണ്ട്. കലിപ്പ് വരും സത്യം പറഞ്ഞിട്ട്. ക്ഷമയൊക്കെ വേണം ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ, അത് വേറെ കാര്യം. കാരണം എനിക്കാണ് ദേഷ്യം വന്നത്, കാരണം എനിക്കത് ക്ഷമയില്ലാത്ത ആളാണ്. എന്നാലും നമ്മൾ നോക്കി ഒരു പുൽക്കൂട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നേ. ഡിസംബർ തുടങ്ങുമ്പോൾ തൊട്ടാണ് വിചാരിച്ച് ഒരെണ്ണം ഉണ്ടാക്കി വെക്കണമെന്ന്. പിന്നെ ഈ നേരത്തെ ഇത് ചെയ്ത് വെച്ചിരുന്നേ, ഇനി ഇപ്പോഴാണ് സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ മറ്റേ 4 തൂണും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മേൽക്കൂരയായിട്ടുള്ള നേരത്തെ ആ കാർഡ്ബോർഡ് വെട്ടി വെച്ചതുണ്ടല്ലോ അളവെടുത്ത്, അതും വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഞാനിത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോൾ ഇത് ഇളകിയൊന്ന് വീണായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നേ. പിന്നെ ഇപ്പുറത്തായിട്ട് 2 സൈഡിന് ഇങ്ങനെ തെർമോക്കോളിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ അത് പിന്നീട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതെടുത്ത് കളഞ്ഞു. ഇപ്പം ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ച്, പിന്നെ ഈ പെയിൻ്റൊക്കെ അടിക്കുന്നേരം ഞാൻ അത് കളഞ്ഞ്. അത് അങ്ങോട്ട് ഒരു ഇതില്ലായിരുന്നു. പിന്നെ നേരത്തെ വെച്ച കാർഡ്ബോർഡൊക്കെ ഒരേന്നൊക്കെ വെച്ച് നോക്കുവാണ് കറക്റ്റായിട്ട് നിൽക്കുമല്ലോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ട് ചേനെ കൊണ്ടാണ്. പിന്നെ അപ്പുറത്തൊരു വീട് വെക്കേണ്ട, തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട് ഞാൻ പറഞ്ഞു, വലിയ വീട്, അതും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ത്രികോണത്തിലൊക്കെ കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തില്ലായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. കാരണം ഒറ്റയ്ക്കുള്ള എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതും ചെയ്യും വേണം, വീഡിയോയും പിടിക്കുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലായിരുന്നു. പിന്നെ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ട് ഫോണിൽ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ പ്ലാസ്റ്റർ പാരീസ് വെച്ച് ഇങ്ങനെ തുണി മുക്കി ഇതിനെ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് സിമ്പിൾ, ആർക്കും വേണമെങ്കിലും ചെയ്യുന്നേ ഉള്ളൂ. പ്ലാസ്റ്റർ പാരീസ് അതിനകത്ത് കുറച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയിട്ട് ഏതെങ്കിലും പഴയ തുണി ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കീറി ഇട്ട് കുറച്ചിനെ മുക്കി വെച്ചിട്ട് എടുത്ത് ഇതിൻ്റെ പുറത്തങ്ങ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ പ്ലാസ്റ്റർ പാരീസ് ഉണങ്ങാനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചിടത്തൊക്കെ പൊട്ടികളെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, കാരണം അന്ന് ഉണങ്ങാൻ നല്ല താമസം എടുത്ത്, 2 ദിവസം എടുത്ത്. അതുകൊണ്ട് ആ പൊട്ടി വന്ന ഭാഗത്തൊക്കെ കുറച്ചുകൂടെ തുണി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ചൊരു ചെറിയ പാത്രത്തിനകത്ത് പ്ലാസ്റ്റർ പാരീസ് ഇട്ടിട്ട് വെള്ളം കുറച്ച് വെച്ച് കലക്കിയിട്ട് തുണിയെല്ലാം അതിനകത്ത് മുക്കി എടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ പ്ലാസ്റ്റർ പാരീസ് വെച്ച് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടൊക്കെ ചെയ്യേണ്ട. ഞാൻ ആദ്യമൊക്കെ ഗ്ലൗസ് ഇട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഗ്ലൗസ് 2-3 എണ്ണമൊക്കെ ചീത്തയായിപ്പോയി. പിന്നെ കൈ കൊണ്ടങ്ങ് ഇട്ട് ചെയ്ത്. കൈ കൊണ്ട് ഇടുമ്പോൾ നല്ല പൊള്ളും. പക്ഷേ ഇനി അത്ര പൊള്ളിയില്ല, അതിട്ട് കുഴപ്പമില്ലായിരുന്നു. പഴയ തുണിയും ഈ പ്ലാസ്റ്റർ പാരീസിനകത്ത് മുക്കിയിട്ട് ചുറ്റിനും വെച്ചിട്ടൊക്കെ ഉള്ള അവസാന രൂപം എന്ന് പറഞ്ഞ ഇതാണ്. ഇനി പെയിൻ്റ് അടി ചടങ്ങിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഈ ബ്രഷുകളാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇത്രയും ബ്രഷുണ്ട്. പിന്നെ ഒരു വലിയ ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റുകളാണ് മഞ്ഞ, വെള്ള, കറുപ്പ്, ചുവപ്പ്, പച്ച, അങ്ങനെ കുറച്ച് പെയിൻ്റൊക്കെ ഉണ്ട്. പച്ചയൊന്നും ഇതിനകത്ത് വരത്തില്ല, എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ചുമരിലോട്ട് നമ്മൾ തുടങ്ങുകയാണ് പുൽക്കൂടിൻ്റെ. അപ്പോൾ ആ പുൽക്കൂടിൻ്റെ ചുമരിലോട്ട് അടിക്കുന്ന നമ്മൾ മഞ്ഞയും വെള്ളയോടെ ചേർത്ത് മിക്സ് ചെയ്തടിക്കുകയാണ്. തനി മഞ്ഞയല്ല, കറക്റ്റ് മഞ്ഞയല്ല, ഇച്ചിരി ഡാർക്കോടെ വരുന്ന ഒരു മഞ്ഞയുണ്ടല്ലോ, ആ പെയിൻറ്റ്
ഇവിടെ വെച്ച് അലക്കുവാണ്. പിന്നെ വാതിലും കതവും എല്ലാം ഞാൻ ഇങ്ങനെ കത്രികയും വെച്ചൊക്കെ ഞാൻ മുറിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിച്ചില്ല. ഇത് കാരണം വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ചാർജ് അതിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് കുത്തിയിടുക. പിന്നെ ഒറ്റയ്ക്ക് പിടിച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കൊണ്ടാണ്. അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക കാണുന്നവർ. പിന്നെ ഇത് നമ്മൾ ചെയ്തു തരുമ്പോൾ ഇതിനകത്ത് കുറേ കുറ്റങ്ങളും കുറവുകളും എല്ലാം കാണും. കാരണം നമ്മളൊന്നും പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തട്ടുകൂട്ടിയൊരു പുൽക്കൂടാണ്. അപ്പോൾ അതിൻ്റെ കുറവുകളുണ്ട്. അപ്പോൾ കാണുന്നവർ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നൊന്നും ഇടണമെന്ന് വിചാരിച്ചില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ ചെറുപ്പം കൂടുതലായിട്ട്. പിന്നെ എന്തുപോലും ചെയ്യില്ലയോ, അപ്പോൾ നമ്മൾ പിള്ളേർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് മാത്രം വീഡിയോ എടുത്തൊന്ന് ചെയ്യാതെ. അപ്പോൾ എല്ലാം അങ്ങ് മഞ്ഞ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്നുമില്ല, ഭിത്തിയും സൈഡെല്ലാം മഞ്ഞയാണ്. പിന്നെ അവിടുത്തെ പാറക്കെട്ടുണ്ടല്ലോ, ഈ താഴെ കാണുന്ന പാറക്കെട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ പേപ്പറുണ്ടല്ലോ, ന്യൂസ് പേപ്പറും അങ്ങനെ എല്ലാം കൂടെ ചുരുട്ടി കയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ പാരിസ് മുക്കിയ ഈ തുണി കൊണ്ട് മൂടി ചെയ്തതാണ്. അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് എന്ത് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഫോണിനകത്ത് ഇങ്ങോട്ടും ഞാൻ ഓണാക്കും ഒക്കെ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇതിനകത്ത് വെള്ളപ്പൊടി വീഴും. അത് വിചാരിച്ചാൽ ഞാൻ പിന്നെ ചെയ്യാഞ്ഞ്. അത് പിന്നെ അപ്പം മഴയും കൂടെ ആയിരുന്നു അന്ന് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഞങ്ങൾ ചെയ്ത് തീർത്ത്, വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. അത് ചുമ്മാ ന്യൂസ് പേപ്പറൊക്കെ ചുമ്മാ വെച്ച് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തുണി കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഓടാട്ടം നമ്മൾ ഉദ്ദേശിച്ച കണ്ടില്ല, ആ കാർഡ്ബോർഡ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ടവശം ഇങ്ങനെ കീറി കഴിയുമ്പോൾ അതിങ്ങനെ ഈ ഓടിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ വരും. അതാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് അളവിനിങ്ങനെ മുറിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എനിക്കൊരാൾ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സൈഡിൽ നിന്നൊക്കെ ചെയ്ത് കാണിക്കായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കേണ്ട ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതുകൂടെ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് കോമഡി വീഡിയോസ് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ, ഇങ്ങനൊരു ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓടിന് നമ്മളിങ്ങനെ ചുമന്ന കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ച്. മറ്റേ കറക്റ്റ് ഓറഞ്ചൊക്കെ എൻ്റെ ഈ പെയിൻറ്റ് ഓറഞ്ച് കറക്റ്റ് ഇതിനനുസരിച്ചുള്ള ഇത് വരുത്തില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ചുമപ്പ് വെച്ചങ്ങ് മൂടാമെന്ന് വിചാരിച്ച്. ചുമപ്പായാലും നല്ലതായിരിക്കും, ആ മഞ്ഞ കളറിന് വരുമ്പോൾ ചുമപ്പായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് പിന്നെ എനിക്ക് തോന്നി. അത് പിന്നെ ഞാൻ ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർത്ത് അടിക്കാൻ, കറക്റ്റ് ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർത്ത് അടിക്കുമ്പോഴേ ഓടിൻ്റെ ഒരു കളർ കിട്ടുന്നത്. നല്ല സമയം എടുക്കും എൻ്റെ, കാരണം കൈ ചെറിയ ബ്രഷൊക്കെ ഉള്ളായിരുന്നു, മറ്റേതൊക്കെ കട്ടിയായിരിക്കുമായിരുന്നു ആ ബ്രഷൊക്കെ. നമ്മളതൊന്നും നോക്കിയില്ലായിരുന്നു. പിന്നെ ഉള്ള സാധനം കൊണ്ടൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കയ്യിലുള്ള എന്തുവാണോ വലിയ ചിലവില്ല അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിന് ഈ പൈസ വരുന്ന പറയുമ്പോൾ ഈ പ്ലാസ്റ്റർ പാരിസ് ഉണ്ടല്ലോ, അതിന് ഈ പെയിൻറ്റ് കടയിലൊക്കെ 30 രൂപയേ ഉള്ളൂ. പ്ലാസ്റ്റർ പാരിസ് 1 കിലോ 30 രൂപ, അതും പിന്നെ പെയിൻറ്റ് അത് 20 രൂപ. ഏതെങ്കിലും കട ചെന്നിട്ട് അക്രിലിക് പെയിൻറ്റോടും ചോദിച്ചാൽ തരും, 20 രൂപയോ 15ഓ 25ഓ ആ വില പൈസ അനുസരിച്ച് ഇങ്ങനെ എത്ര മില്യൺ അനുസരിച്ച് ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ചുമപ്പും അത് നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. കയ്യിലുള്ള എന്തുവാണോ അത് വെച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ പ്ലാസ്റ്റർ പാരിസ് മാത്രമേ ഉള്ളൂ പോയി മേടിച്ചത്, ബാക്കിയെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി.
അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പെയിൻറ്റിങ് ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പാറയുടെയും ഓടിൻ്റെയും ഭിത്തിയുടെ എല്ലാം ഇനി നമ്മളാണ്ട് പാറയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാനെ കൊണ്ടാണ് ഇങ്ങനെ ഈ പായലുണ്ടല്ലോ, പാറയിൽ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ആ പായലിങ്ങനെ ചെത്തിയെടുത്ത് പിച്ചാത്തി കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊക്കെ നമ്മൾ ബ്ലേഡ് കൊണ്ടൊക്കെ ചെത്തിയെടുത്ത് പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കൊണ്ടൊക്കെ എടുക്കുക, പിന്നെ കൈ മുറിയാതൊക്കെ നോക്കുക. അപ്പോൾ അതിങ്ങനെ ചെത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പാറയുടെയൊക്കെ സൈഡിനായിട്ടും മേലായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി തോന്നും. നമ്മൾ എന്തുവായാലും ചെയ്യും, അപ്പോൾ ഇച്ചിരി ഒറിജിനാലിറ്റി ഇരിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബക്കറ്റിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ എല്ലാ സൈഡിലായിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു ഗുമുണ്ട്. പിന്നെ ഒരു ചുള്ളിക്കമ്പായിട്ട് ഇങ്ങനെ ഒരു മരം ഉണങ്ങി നിൽക്കുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി. അപ്പോൾ അതിൽ ചെടിയിൽ നിന്നാണ് ഞാൻ കാണിക്കുക. ഈ ചെടിയിൽ നിന്നാണ് ഞാനത് ചെടി പറിച്ചിട്ട് അതിലെ ഇലയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഉണങ്ങി നിൽക്കുന്ന ഷേപ്പിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഗ്ലൂ വെച്ച് അടിയിലൊട്ടിച്ച് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ച് 2 എണ്ണം ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഈ അകത്ത് വെക്കാനെ കൊണ്ടുള്ള ഉണ്ണിയേശുവിനെയെല്ലാം ഞാൻ വരച്ച് പേപ്പറിനകത്ത് വരച്ച് പെയിൻ്റ് അടിച്ചിട്ട് കാർഡ്ബോർഡിൻ്റെ അതിനകത്ത് ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം വലിയ ചിലവില്ലാതെ അത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പ്ലാസ്റ്റർ പാരീസ് മാത്രമേ അത് മേടിക്കാൻ നിന്നുള്ളൂ. പിന്നെ പെയിൻറ്റ് നേരത്തെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയെല്ലാം നമ്മുടെ ഇതിന് തന്നെ ഉണ്ടാക്കിയാണ്.